ഹരി ഓം. ദശകം 28, ശ്ലോകം 3. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോലഃ സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പദച്ഛേദം നോക്കാം. ജഗദീശ ഭവത് പരാ തദാനീം. ജഗദീശ ഭവത് പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യ യാം വിലോലഃ. അമലാം അവലോക്യ യാം വിലോലഃ സകലഃ അപി സ്പൃഹയാം ബഭൂവ ലോകഃ. സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യ യാം വിലോലഃ സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ആദ്യം കാളകൂട വിഷം ഉദ്ഭവിച്ചു എന്ന് പറഞ്ഞു മഥനം ചെയ്തപ്പോൾ. പിന്നെയോ കാമധേനു, ഉച്ചൈശ്രവസ്, ഐരാവതം, കൽപ്പവൃക്ഷം, അപ്സരസുകൾ ഇവയുടെ ഉത്പത്തി ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി 3-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ലക്ഷ്മി ദേവി അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹേ ജഗദീശ തദാനീം ഭവത്പരാ കമനീയ. ഹേ ജഗദീശ, അല്ലയോ ജഗദീശ്വര, അപ്പോൾ നിന്തിരുവടിയിൽ അനുരക്തയും സുന്ദരിയുമായ, അതാണ് ഹേ ജഗദീശ തദാനീം ഭവത്പരാ കമനീയ ദേവി കമലാ ബഭൂവ. കമനീയമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ദേവി, ലക്ഷ്മി ദേവി ബഭൂവ ഉദ്ഭവിച്ചു. സകലഃ അപി ലോകഃ അമലാം യാ വിലോക്യ. സകലഃ അപി ലോകഃ, എല്ലാ ജനങ്ങളും അമലാം യാ വിലോക്യ, ആ ദോഷരഹിതയായ യാതൊരു ദേവിയെ കണ്ടിട്ട് വിലോലഃ സ്പൃഹയാം ബഭൂവ. വിലോലഃ, ആ മനസ്സിളകി കൊതി പൂണ്ടു ദേവിയെ കണ്ടിട്ട്. അല്ലയോ ജഗദീശ്വര, ആ സമയം അങ്ങയിൽ അനുരക്തയായി അതിമനോഹരിയായിരിക്കുന്ന കമലാദേവി, ലക്ഷ്മി ദേവി പാൽക്കടലിൽ നിന്നും ആവിർഭവിച്ചു. അപ്പം അതിനിർമ്മലയായിരിക്കുന്ന അവളെ കണ്ടിട്ട് എല്ലാ ലോകരും, എന്ന് വെച്ചാൽ അസുരന്മാരും സുരന്മാരും ഒരു ചഞ്ചല ചിത്തരായിട്ട് അവളെ കാക്ഷിച്ചു. അത്ര മനോഹരിയായിരുന്നു ആ ലക്ഷ്മി ദേവി ആവിർഭവിച്ചത്. എല്ലാവരിലും ഒരു എന്താ പറയേണ്ടത്, ആ ദേവിയോട് ഒരു ആകർഷണമുണ്ടായി. ആകർഷണം ഉണ്ടായി എന്ന് വെച്ചാൽ അവനവന് ഓരോരുത്തർക്കും ആ ദേവിയെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു മോഹമാണ് ഉണ്ടായത്. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യ യാം വിലോലഃ
സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പിന്നെ ആ ദേവിയുടെ സ്തുതി 3 പ്രാവശ്യം പറയണം. ഇവിടെ ദേവി ആവിർഭവിച്ചതുകൊണ്ടാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ പറയുന്നത്.